നമസ്കാരം. കേരളത്തിൽ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ കാലത്ത് പരസ്യക്കാർ പറഞ്ഞിരുന്ന ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കും. കേരളത്തിലെ CPM-ന് ഈ പരസ്യവാചകം നല്ല ചേർച്ചയാണ്. അത് പക്ഷേ സാധനങ്ങളുടെ കാര്യത്തിലല്ല, കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലാണെന്ന് മാത്രം. സംസ്ഥാന സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ, CPM മുതൽ SFI വരെ, വിവിധ സംഘടനകളുടെ ചുമതലക്കാർ മുതൽ അനുഭാവികൾ വരെ എല്ലാം പക്ക ക്രിമിനലുകൾ. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഗുണ്ടായിസം, സ്വർണ്ണക്കള്ളക്കടത്ത്, കയ്യേറ്റം, അവിഹിത ഗർഭം, കുഞ്ഞിനെ വിൽക്കൽ, നഗ്നതാ പ്രദർശനം തുടങ്ങി എല്ലാം ഈ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. പുതിയ ചില വിനോദങ്ങൾ കൂടി സഖാക്കന്മാർ തുടങ്ങിവെച്ചിട്ടുണ്ട്. പകൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ദീപം തെളിക്കലും, രാത്രി ലഹരി ഉപയോഗവും ലഹരി കടത്തും. ഇതിനിടയിൽ വീതം വയ്ക്കുന്ന ലഹരി വസ്തുക്കൾ സഖാത്തികൾക്ക് നൽകിയ ശേഷം അവരെ പീഡിപ്പിക്കും. എന്നിട്ട് അതിന്റെ വീഡിയോ എടുത്തു വയ്ക്കും. ഗംഭീരമായ വിപ്ലവം തന്നെ. പണ്ട് AKG ഒക്കെ ഒളിവിൽ കഴിഞ്ഞ കാലത്ത് കുറേയൊക്കെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ബഹുകാതം മുന്നോട്ടു പോയിരിക്കുന്നു SFI DYFI സഖാക്കൾ. ഇക്കഴിഞ്ഞ നാളിൽ ലഹരിയുമായി പിടിച്ച ജിനേഷ് എന്ന DYFI നേതാവിന്റെ സ്വന്തം ഫോണിൽ നിന്നും 30-ലേറെ സ്ത്രീകളുമായി അയാൾ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന വീഡിയോ പോലീസിന് കിട്ടി. കഞ്ചാവ്, മയക്കുമരുന്ന്, MDMA, പിന്നെ പെണ്ണ്. ചുരുക്കി പറഞ്ഞാൽ സെക്സ് ലഹരിയ മാഫിയ തലവനാണ് ജിനേഷ്. ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷാനവാസ് ഒട്ടും മോശമല്ല ഈ കാര്യത്തിൽ. ഷാനവാസ് സഖാവ് ലഹരിക്കടത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രം. ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി വിപ്ലവ കൃഷിയിൽ ഏർപ്പെട്ട സഖാവ് പടിപടിയായി വളർന്ന് ഇന്നൊരു വടവൃക്ഷമായി മാറിക്കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ ലോറി നിറയെ ലഹരി പിടിച്ചപ്പോഴാണ് സഖാവ് പുണ്യവാളിന്റെ വിവരം കൂടുതൽ പുറത്തു വന്നത്. ആ ലോറി ഷാനവാസിന്റെ സ്വന്തം പേരിലുള്ളതാണത്രേ. പുള്ളിയുടെ വീട്ടിലെ ആഘോഷങ്ങളിൽ നാട്ടിലെ സകലമാന ക്രിമിനൽസും വരുമത്രേ. റോബിൻ ഡിക്രൂസ് എന്ന പീഡനക്കേസ് പ്രതിയെ സ്ത്രീപക്ഷ കേരളത്തെക്കുറിച്ച് പ്രഭാഷിക്കാനാണ് പാർട്ടി നിയോഗിച്ചത്. സാംസ്കാരിക വേദികളിൽ ഡിക്രൂസ് സഖാവിന് നടക്കാൻ ചുവപ്പ് പരവതാനി ഫ്രീ ആയി CPM-ന്റെ വക. നേമത്തെ ഏരിയ കമ്മിറ്റി അംഗം അഭിജിത്ത് ലഹരി വിരുദ്ധ വിളക്ക് കൊളുത്തി നേരെ പോയത് ബാറിലേക്കാണ്. നെയ്യാറ്റിൻകരയിലെ സുജിൻ എന്ന കൌൺസിലറുടെ ചതി ഭീകരമാണ്. ബേബി എന്ന പടുവൃദ്ധയുടെ 12 സെന്റ് സ്ഥലവും 17 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും ഒരു ഉളുപ്പുമില്ലാതെ രക്ഷിക്കാമെന്ന വ്യാജേന അടിച്ചുമാറ്റി. ആലപ്പുഴയിലാകട്ടെ വനിതാ സഖാക്കൾ ശരിക്കും പരിഭ്രാന്തിയിലാണ്. വില കൂടിയ ഡിസൈനുള്ള അടിവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്ത് അത് ധരിച്ച് തന്റെ മുന്നിലെത്തിയ 34 വനിതാ സഖാക്കളുടെ വീഡിയോ എടുത്തു വെച്ചു ആ വിരുദ്ധൻ സഖാവ്. പേര് AP സോന. കല്ലുവാതുക്കൽ ദുരന്തം നടന്നത് EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. മണിച്ചന്റെ ബെൻസ് കാറിലായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ യാത്ര. മണിച്ചന്റെ മാസപ്പടി ഡയറിയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഉണ്ടായിരുന്നു അത്രേ. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ ലഹരി വിരുദ്ധ പ്രസംഗവും അതിനുശേഷമുള്ള വെള്ളവടിയും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടറിഞ്ഞതാണ്, കണ്ടറിഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. എല്ലാം പറഞ്ഞു പോകാൻ സമയം ഇല്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കൺക്ലൂഷൻ ഞാൻ ഇങ്ങനെ പറയാം. സ്വന്തമായി ഒരു കോടതിയും പോലീസുമുള്ള പാർട്ടിയുടെ സംരക്ഷണം ഷാനവാസുമാർക്കും ഡിക്രൂനിമാർക്കും ഒക്കെ തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിരിക്കുക. വിപ്ലവ കൃഷി തകൃതിയായി നടക്കട്ടെ. പാർട്ടിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കും.